ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടും സുഖമായിട്ടും ഒക്കെ ഇരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാവിലത്തെ കാപ്പുടിയൊക്കെ കഴിഞ്ഞതാണ്ട് മുറ്റം അടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ സൈഡാണ് എന്നും രാവിലെയും വൈകിട്ടും കൂടുതലായിട്ട് അടിക്കുന്നത്. അപ്പുറത്തെ ബാക്ക് വശം ഒന്നും ഞാനങ്ങനെ ഡെയിലി തൂക്കാറില്ല കേട്ടോ. 2-3 ദിവസം കൂടുമ്പോഴേ ഉള്ളൂ. അന്നേരം ഇന്ന് ഞാൻ 4 പുറവും നല്ല വൃത്തിയായിട്ട് തൂത്തുവാരി തീ കത്തിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ രാവിലെ തന്നെ എന്നും തൂത്ത് തീ കത്തിക്കുന്നതാണ്. പിന്നെ ഞാൻ ഇന്ന് പുറവശമൊക്കെ തൂക്കുന്നുണ്ട്, അതൊന്നും കാണിക്കുന്നില്ല കേട്ടോ. കുറേ സമയം എടുത്തു, അങ്ങനെ മിറ്റവടിയൊക്കെ 1 മണിക്കൂറോളം എടുത്തു കേട്ടോ. എല്ലാം തൂത്തുവാരി കത്തിച്ച് കുറച്ച് കഴിഞ്ഞ് നോക്കിയാൽ ഇതുപോലെ ഇലകൾ ഇങ്ങനെ വീണ് കിടക്കും. എന്നാലും നമ്മളെല്ലാം വൃത്തിയാക്കി ഇടും കേട്ടോ. അങ്ങനെ രാവിലത്തെ തൂത്തുവാരി കഴിഞ്ഞ് ദണ്ട് ഇവിടെയൊക്കെ കെട്ടു, തീയൊക്കെ കത്തിച്ചൊക്കെ കെട്ടു. ഞാനിനി ബാക്ക് വശം മുഴുവൻ തൂത്തും എല്ലാം കത്തിക്കുവാണ് കേട്ടോ. അന്നേരം ഉള്ളത് തൂത്തിട്ട് അങ്ങ് കത്തിക്കും, അല്ലെങ്കിൽ കോഴി അവിടെ എല്ലാം ചികഞ്ഞിടുന്നതുകൊണ്ട് അങ്ങനെ അതും എല്ലാം കത്തിച്ചു കേട്ടോ. അങ്ങനെ തൂത്തുവാരൊക്കെ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞാണ് ഞാൻ പിന്നെ മീൻ വെട്ടാനൊക്കെ ഇറങ്ങിയത്. കുറച്ച് നേരമൊക്കെ ഇരുന്ന് കേട്ടോ. അത് കഴിഞ്ഞാണ് ഇന്ന് കിളിമീനാണ് കിട്ടിയിരിക്കുന്നത്. ഇന്ന് കിളിമീനാണ്, അതുകൊണ്ട് ഞാൻ ഓർത്തു വേറെ കറികളൊന്നുമില്ല. പിന്നെ അത് മാങ്ങയുണ്ടല്ലോ, തേങ്ങ അരച്ച് മാങ്ങായുമായിട്ട് ഇന്ന് കറി വയ്ക്കാമെന്ന് ഓർത്ത് കേട്ടോ. മാങ്ങ ഇന്നലെ പറിച്ചായിരുന്നേ. ആ മാങ്ങ ഞാൻ അരിഞ്ഞ് ഉണക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് അവിടെ കണ്ടത്. അങ്ങനെ ഇന്നലെ കാണിച്ച പോലല്ല, ഇന്ന് തേങ്ങ അരച്ച് ഞാൻ വേറൊരു രീതിയിലാണ് കേട്ടോ. ഇന്നലെ നമ്മൾ പൊടികളെല്ലാം കൂടെ അതിനകത്തേക്ക് ഇട്ട് വഴറ്റി കൊടുത്തിട്ടാണല്ലോ തേങ്ങ അരച്ച് ചേർത്തത്. ഇന്ന് അങ്ങനല്ല കേട്ടോ. നമുക്ക് ഏതെല്ലാം രീതി വേണേലും മീൻകറി വെക്കാം കേട്ടോ. ഞാൻ ഓരോ രീതിയിൽ വെക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇന്ന് കിളിമീൻ ഞാൻ മാങ്ങായും തേങ്ങായും അരച്ച് ചാറ് വെച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഈ നമ്മൾ സാധാരണ അയല, മത്തി ഇതൊക്കെയാണല്ലോ ഇങ്ങനെ തേങ്ങ അരച്ച് കറി വെക്കാറുള്ളൂ. കിളിമീൻ അങ്ങനെ വെക്കാറില്ല കേട്ടോ. ഞാനങ്ങനെ വെക്കാറില്ലായിരുന്നു. ഞാൻ ഇന്നത് വെച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നിങ്ങൾ കിളിമീനെ ഇങ്ങനെ തേങ്ങ അരച്ച് വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മാങ്ങ ഇപ്പോൾ ഉള്ള സീസണാണല്ലോ, മാങ്ങയുള്ളവരൊക്കെ മാങ്ങ ഇട്ട് തേങ്ങ അരച്ച് ഇങ്ങനെ വെച്ച് നോക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ആ കിളിമീനൊക്കെ ഇങ്ങനെ ഇരുന്ന് സാവധാനം ഇരുന്ന് വെട്ടുകയാണ് കേട്ടോ. പിന്നെ വെട്ടിയെല്ലാം അകത്ത് കയറി ക്ലീൻ ചെയ്ത് കേട്ടോ. ക്ലീൻ ചെയ്താണ് അകത്ത് കയറിയത്. അതിന് തേങ്ങായും നമ്മളിന്ന് വറ്റൽമുളകും തേങ്ങായും പിന്നെ മഞ്ഞൾപ്പൊടി, ഉള്ളിയും ചെറിയ ഉള്ളിയും കൂടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഇന്ന് കറി വയ്ക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ വറ്റൽമുളകൊക്കെ അരച്ച് ചേർത്ത് ഒന്ന് കറി വെച്ച് നോക്കിയേ, നല്ല ടേസ്റ്റാണ്. മുളക് പൊടി ഇട്ടും വെക്കാം കേട്ടോ. മുളക് പൊടി ഇടുന്നതിനെക്കാട്ടി നമ്മൾ ഈ തേങ്ങായ്ക്കകത്തോട്ട് വറ്റൽമുളക് ഇട്ട് വെക്കുന്നതാണ്, അരച്ച് വെക്കുന്നതാണ് നല്ലത്. പിന്നെ തന്നെ ഇത് കണ്ടേ, പുളിയൻ മാങ്ങയാണ് കേട്ടോ. ഞങ്ങളുടെ മാങ്ങയാണ്, ഞങ്ങൾ ഇന്നലെ പറിച്ചതാണ്. നല്ല പുളിയാണ് കേട്ടോ. മീൻകറിയൊക്കെ വെക്കാൻ ഈ മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണ്. അങ്ങനെ ഞാൻ അതെല്ലാം അതിൻ്റെ തൊലിയൊന്നും ചെത്തിയിട്ടില്ല കേട്ടോ. അത് പുളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്.
ഇട്ട് കൊടുക്കുക ഈ സമയത്ത്. നമ്മളിപ്പം ഇങ്ങനെ മീൻകറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊരു കറിയും വേണ്ട കേട്ടോ. ഇത് കാരണം ഇതിൻ്റെ ചാറ് നമുക്ക് ചോറിനകത്ത് ഒഴിക്കാം, കഷ്ണം കൂട്ടി കഴിക്കുകയും ചെയ്യാം അല്ലേ. അങ്ങനെ ഞാൻ ഇന്ന് ഇത് മാത്രമേ കറി വെക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ ഓർത്ത് മുളകിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചാറുകറി ഉണ്ടാക്കണം, മോരുണ്ടാക്കണം. ഇതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ചാറ് മീൻകറി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ അരച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. വേറെ ഒരു കറിയും വേണ്ട. അങ്ങനെ ഞാൻ അതൊക്കെ അടുപ്പേ വെച്ച് കൊടുത്തിട്ട് ആ മിക്സിയൊക്കെ ഒന്ന് കഴുകി, 2 പാത്രം ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഒന്ന് കഴുകിയൊക്കെ വെച്ചു. ആ സമയത്ത് നമ്മുടെ മീനൊക്കെ തിളച്ച് വരുമല്ലോ. അങ്ങനെ നമ്മുടെ മീനൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ കിളിമീനാണ്, ഞാൻ മുറിച്ചിട്ടില്ല കേട്ടോ. ഒത്തിരി വലുതല്ലായിരുന്നു, ചെറിയ മീനായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഞങ്ങളിവിടെയൊക്കെ ഇതിന് കിളിമീനെന്നാണ് പറയുന്നത്. ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരാണ് ഈ മീനിന് പറയുന്നത് കേട്ടോ. പുതിയാപ്പള കോര, അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ പേര് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് കിളിമീനെന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ മീനൊക്കെ അടുപ്പേ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അവിടെ ഇരുന്നൊന്ന് പറ്റി വരട്ടെ. ആ സമയം കൊണ്ട് നമ്മുടെ തുണികളൊക്കെ ഞാൻ പോയി അലക്കി കേട്ടോ. കുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അലക്കുന്നതൊന്നും ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ബോറടിക്കും. എന്നും ഒരേ കാര്യങ്ങൾ തന്നെ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ, എന്നാലും നമ്മൾ വിശേഷങ്ങളൊക്കെ കാണിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ തന്നെയാണ് കാണിക്കുന്നത്. വേറെ പ്രത്യേകമായിട്ടൊരു വീഡിയോയും നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നില്ലല്ലോ. അന്നേരപ്പോഴത്തേക്ക് ഞാൻ ആ തുണികളെല്ലാം കഴുകിയത് ഒന്ന് വിരിച്ചിട്ട് കേട്ടോ. അങ്ങനെ ഞാൻ വിരിച്ചൊക്കെ ഇട്ടിട്ട് വന്നപ്പം മീനൊക്കെ നല്ല തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നമ്മളതൊന്ന് കറക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നല്ല ഇത് തീയാണല്ലോ, നമ്മുടെ ചട്ടിയുമാണ്. അന്നേരം നല്ലതായിട്ടിരുന്നങ്ങ് പറ്റിപ്പോവും. അന്നേരം ഞാൻ ആദ്യം ഇതിനകത്തൊന്ന് നോക്കി കേട്ടോ. പിന്നെയാണ് ഞാൻ സ്പൂൺ എടുത്ത് ഉപ്പും പുളിയൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മത്തി അയലയൊക്കെ നമ്മൾ കറി വെച്ച് കഴിക്കുന്നതിനെക്കാട്ടി ടേസ്റ്റാണ് തേങ്ങ അരച്ച് നമ്മുടെ കിളിമീൻ വെച്ച് കഴിച്ചപ്പം കേട്ടോ. പിന്നെ 3-4 എണ്ണം മക്കൾക്ക് വേണ്ടി വറക്കാനും ഇട്ടിട്ടുണ്ട് കേട്ടോ. അവർക്ക് എന്തോ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ഒന്ന് വറുത്ത് കൊടുക്കുമല്ലോ നമ്മൾ. അങ്ങനെ വേണ്ട നമ്മുടെ അടിപൊളിയായിട്ടുള്ള തേങ്ങ അരച്ച മാങ്ങ ഇട്ട കിളിമീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഇതാണ് കറി. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ ഇതിന് എന്തുമാത്രം ടേസ്റ്റ് ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞറിയിക്കാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നല്ല പച്ച വെളിച്ചെണ്ണ ഇത് വറ്റി വന്നപ്പോൾ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ കൂട്ടാൻ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. ഉച്ച വരെയുള്ള കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരാം. ടാറ്റാ.